പ്രസാദം വേണോ? നമ്പൂരി എനിക്ക് കുറച്ചേറെ ഇട്ടു. എന്താ അകത്ത് കയറി തൊഴാത്തെ? പണിയുണ്ട്. കുട്ടി ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇന്നലെ വന്നേ ഉള്ളൂ കിഴക്കുംപാട്ട്. അത് ശരി. കുട്ടി തന്നെ ഇവിടെ പാർക്കാൻ നിൽക്കണേ. നേരത്തെ വരായിരുന്നില്ലേ? ഇന്ന് രാവിലെ അമ്പലക്കുളത്തിൽ പൂ ഇരിഞ്ഞിരുന്നു. ഇന്നലെ സന്ധ്യക്ക് തൃപ്പടിമേലെ ആരോ പണം വെച്ചിരുന്നു. പൂപ്പയും വിരിഞ്ഞിട്ടുണ്ടല്ലോ. അതല്ല, ഇവിടുത്തെ തേവരുടെ വിശേഷം അത്. എന്തെങ്കിലും കാര്യസാധ്യത്തിന് പണം വെച്ചാൽ നടക്കും ചാല് കാലത്ത് പൂ വിരിയും. നീലച്ച താമര ഒന്നേ വിരിയൂ. അത് വേറെ ലോകത്തിൽ എവിടെയില്ല. പരീക്ഷിക്കാൻ വെച്ചാലൊന്നും വിരിയില്ല കേട്ടോ. എവിടുന്നൊക്കെ ആളുകൾ വരുന്ന വിചാരം. വേറെ അമ്പലങ്ങളിൽ ശുദ്ധികലശം വേണമെങ്കിൽ ഈ പൂ വേണം. എവിടെയാ വീട്? ഞാൻ ഷാരത്തിയാണ്. അടുത്ത ആഴ്ച എത്തും. ആ, കുട്ടി നടന്നോളൂ. ഇനി എപ്പോഴും കാണാലോ. ഹരിദാസൻ എന്നാ വരണേ? മാളുകുട്ടിയമ്മയുടെ മകൻ. അറിയില്ല. ഈറം മാറാൻ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? ഉവ്വ്. ഇവിടെ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. എത്രയായാലും ഈ തറവാട്ടിലല്ലേ. രാവിലെ എണീറ്റ ഈ മേനോൻ ആ ചായപ്പിടിയിലെ ആളുകളുടെ ചിരിയിൽ നോക്കി കുത്തിയിരിക്കും. ആളുകൾ പുളിച്ച ചീത്ത പറഞ്ഞാലും നാണല്ലാച്ച ഞാൻ വെറുതെ പോയതാ മാളുകെടുത്തിയെ. കിഴക്കെ വേലി പൊളിഞ്ഞു കിടക്കുക. അത് നീർത്ത അച്ഛന്മാരൊന്ന് സഹായിക്കൂ. ചായ ഒക്കെ ഞാൻ തരാം. ഞാൻ ചായ കുടിക്കാനല്ല വന്നത്. അതുകൊണ്ടാ പറഞ്ഞതൊന്ന് സഹായിക്കാൻ. എന്താ വെയില അച്ഛനാര്. നല്ല വെയിലോട് നോക്കാൻ വയ്യ. അയ്യോ അമ്മേ. എന്റെ അമ്പാൻ എണീറ്റ് ഞാൻ തണലുണ്ടാക്കി തരാം. പതുക്കെ പതുക്കെ ശരീരാനങ്ങാതെ എനിക്ക് വെയിലുള്ള വിധമൊന്നുമില്ല കേട്ടോ. എന്താ തല നീക്കാളൂ. പാവം. അമ്മ ചായ പലഹാരം ഉണ്ടാക്കണോ? നമ്മള് മാത്രല്ലേ ഉള്ളൂ. ചായ മതി. നേരത്തെ ഊണി ഏർപ്പാടാക്കിക്കോ. നേരെ ഉച്ചയായി. എന്നിട്ട് മുറ്റടിക്കാൻ കാലിയുടെ എഴുന്നള്ളത്ത് കാണുന്നില്ലല്ലോ. ഇന്നാടി. അല്ല, ഇത് കമ്പ് താഴാനാണോ അതോ പൊങ്ങാനാണോ? എന്താ ചോദിക്കും, എനിക്ക് വയ്യ. ഇതൊരു ചതിയോട്ടോ അച്ഛനേരെ. എന്റെ കൈ ബാക്കിണ്ടാവോ അച്ഛനേരെ? താഴെ വെറുതെ നിൽക്കണ്ട. ഞാനിത് അടിച്ച് താഴ്ത്തിക്കൊള്ളാം. ആ കമ്പെല്ലാം ഒന്ന് വെട്ട്. നിർത്ത ഇതൊന്നും എടുക്കട്ടെ. ഓ, അതിനത് നിർത്തണം. അച്ഛനേരെ ഞാനേ ഒന്ന് മൂത്രമൊഴിച്ചിട്ട് ഇപ്പൊ വരാം. മൂത്രമൊഴിക്കാൻ മുട്ടും, എനിക്കറിയാം. ജോലി ചെയ്ത് ക്ഷീണിച്ചതല്ലേ. അപ്പോഴാ നാഭി കനത്തിട്ട് വയ്യാതാ. ഞാൻ ചെയ്തോളാം. നിനക്കുള്ളത് എടുത്തു വെച്ചിട്ട് മതി ആണുങ്ങൾക്ക് വിളമ്പ. കുട്ടിശങ്കരൻ എന്തോ സൂക്കടാ. പാവം. എത്ര തിന്നാലും ആർത്തി തീരില്ല. ചോറുണ്ടാവും കൊടുക്കാം. ഹരിദാസന്റെ മുറി അടിച്ചു വാരി ഒക്കെ തട്ടി കൊടഞ്ഞ് വൃത്തിയാക്കിക്കോ. പരീക്ഷ കഴിഞ്ഞിരിക്കണു. എപ്പോഴാ വരാന്നറിയില്ല. താക്കോലെവിടെയാ? പൂട്ടിയിട്ടില്ല. അവൻ വന്നാ വീട്ടിൽ ഒച്ചയും അനക്കും ഒന്നും ഉണ്ടാവരുത്. അവന്റെ അച്ഛന്റെ ശുണ്ഠി എടുത്ത് ചാട്ടു ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാലോ ഉള്ളിലൊന്നും ഇല്ല കേട്ടോ. തിരിച്ചുക്കൾ എടുത്തോണ്ട് വരും. മാളൂർത്തിയെ വേലിപ്പണി കഴിഞ്ഞു. എന്താ വെയില്. കുഞ്ഞുമാളോ കുട്ടിശങ്കറിന് ചോറ് കൊടുക്ക്. എന്നാ ഞാൻ കൈ കഴിക്കാം. അവിടെ ഇരിക്കാം.
ആ പാത്രം ഇവിടെ വെച്ചോളൂ, ഇവിടെ വെച്ചോളൂ. ആ ഞാൻ വെച്ചോളാം. ഇവിടെ വെച്ചോളൂ, ഇവിടെ വെച്ചോളൂ, ഇവിടെ വെച്ചോളൂ. ഒഴിച്ചോളൂ, മുഴുവൻ വെച്ചോളൂ, മുഴുവൻ വെച്ചോളൂ. ഞാൻ കഴിച്ചോളാം, സംശയിക്കണ്ട, വെച്ചോളൂ. ചുക്കുവെള്ളം വേണോ? കുറച്ച് ചോറും കൂടി ഇവിടെ എടുത്തോളൂ. കൊണ്ടുവന്നോളൂ, കൊണ്ടുവന്നോളൂ, നമുക്ക് കൊണ്ടുവന്നോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. കൂട്ടാൻ ഇല്ലല്ലോ. കൂട്ടാൻ ഒരു പച്ചമുളക്, കുറച്ച് ഉപ്പ് കൂടെ എടുത്തോളൂ. ആ ആ ആ. ഒക്കെ ഈ ഓപ്പറേഷന്റെ ആളെ. കുട്ടിശങ്കരമന്നെ, ഒരാഴ്ചയായി ഞാൻ ഈ വേലി ഒന്ന് കെട്ടാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങളെ കണ്ടപ്പോഴാ ഞാൻ ഓർമ്മിച്ചത്. കന്നാലികൾ കയറി വാഴയെല്ലാം നശിപ്പിച്ച് കളഞ്ഞു. കുട്ടിശങ്ക ഒച്ച ഉണ്ടാക്കണ്ട. വരുന്ന ആൾക്ക് ഒച്ച എനിക്കൊന്നും ഇഷ്ടല്ലേ അത്രേ. സ്വപ്നത്തിലെ ആരാമത്തിൽ ഒരു മുട്ട് കരിഞ്ഞാൽ എന്റെ ഹൃദയത്തിൽ ചാമ്പൽ വീഴും. ഹരിദാസ് കിഴക്കുംപാട്ട്.